ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ടൈം കെറ്റിൽ കുക്ക് ചെയ്യാൻ പോവാട്ടോ. ഇതുവരെയായിട്ടും ആരും ഉണ്ടാക്കാത്ത ഒരു സാധനം ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അത് കെറ്റിൽ കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അറിഞ്ഞോട്ടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്. പുള്ളിക്കാരാണ് മെയിൻ ഷെഫ്. പുള്ളിക്കാർ പറഞ്ഞ് നമ്മളിതൊക്കെ ചെയ്യുന്ന അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് എക്സാം ടൈമിലാട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്യുക, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ തോന്നുന്നുണ്ടാവുക കേട്ടോ. ഞങ്ങളുടെ ഇടയിൽ കാണുന്ന പ്രത്യേക അസുഖം കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. കെറ്റിൽ ചൂടാക്കി മാങ്ങപ്പഴം കിട്ടും സെറ്റാക്കി, പിന്നെ ഉപ്പും മുളകും പൊടി മഞ്ഞപ്പൊടി കിട്ടുന്നു. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യേണ്ട. മിക്സ് ചെയ്തിട്ട് കുറച്ച് 10-20 മിനിറ്റ് നിന്ന് മൂടി വെക്കണം, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനം ചെയ്യാനുണ്ട്. നമുക്ക് അരപ്പ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഈ ഡെസിക്കേറ്റ് കോക്കനട്ടും കേടും പിന്നെ പച്ചമുളകും എന്തൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സൊക്കെ വെക്കണം. എനിക്ക് ഇൻഗ്രീഡിയൻസ് മൊത്തം നിറഞ്ഞുകൂടാ. അപ്പം അതിന് ഡീറ്റെയിൽ വീഡിയോ ലോങ് വീഡിയോ ഇടുന്നതായിക്കോട്ടോ. പിന്നെ കുറച്ച് പേര് ഉള്ളി അറിയുന്നു ഇത് വറുത്തിടാൻ വേണ്ടി. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടൊന്ന് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേവ് സെറ്റായിട്ടോ ഒന്ന് ഉടച്ചൊന്ന് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി അരപ്പിടാം. അത് അരപ്പിട്ട് മിക്സ് ആക്കണം. നമുക്ക് ഈ അരപ്പിട്ട് പിന്നെ അങ്ങനെ തിളപ്പിക്കാൻ പറ്റത്തില്ല, കാരണം കേടൊക്കെ ഉള്ളതുകൊണ്ട് അത് പിരിഞ്ഞു പോകുമല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഒന്ന് മിക്സാക്കി വെക്കാം കേട്ടോ. അതിൽ വറുത്തുണ്ടാകാൻ വേണ്ടി നമുക്കൊരു കെറ്റിൽ ചൂടാക്കിയിട്ട് നമുക്ക് എണ്ണയും കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി കരിവേപ്പില പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് മേലെ വറുത്ത് പൊടി ഇടാം. അങ്ങനെ ഫൈനലി മാമ്പഴ പൊടിച്ച് റെഡി ആയിട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പുഴുങ്ങിയ മുട്ട ഒന്ന് തോല് കളഞ്ഞിട്ട് സെൻറ്ററിലൊന്ന് കീറി ഒന്ന് ആക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ കേട് ബാക്കി വന്നപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കി കേട്ടോ. എന്ത് ചെയ്യാനാ. അപ്പോൾ നമുക്കൊന്ന് മുട്ട ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ നമുക്കൊരു പാനിൻ്റെ കെറ്റിൽ ചൂടാക്കിയിട്ട് എണ്ണ വയ്ക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് മുട്ട എണ്ണ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കി തേങ്ങ ഉണ്ടാകും. അപ്പോൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി. ഫൈനലി മാമ്പഴ പൊടിച്ചിട്ട് റെഡിയായി, ബട്ടർ മിൽക്ക് റെഡിയായി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ട റെഡിയായി, പിന്നെ ഇത് ചമ്മന്തി റെഡിയായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി നേരെ മെസ്സിൽ പോകട്ടെ. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി നേരെ മെസ്സി എത്തി. ആണെങ്കിൽ ഇന്ന് മോരറിയും ക്യാബേജ് തോറും പപ്പടമൊക്കെയാണ്. അപ്പോൾ അതും കൂടി ഞങ്ങൾ എടുത്തു. പിന്നെ ഞങ്ങളുടെയൊക്കെ എല്ലാം കറി എടുത്ത് മിക്സിൽ കഴിച്ചിട്ട് എന്നാ ടേസ്റ്റ് അറിയോ. മോരറി, ക്യാബേജ്, മുട്ട, പപ്പടം, പിന്നെ അച്ചാറ്, മാമ്പഴ പുളിശ്ശേരി, ചമ്മന്തി എല്ലാം കൂടി കഴിക്കുമെന്ന് പോകുന്ന സാറ് എണ്ണ അടിപൊളി അറിയോ. ഇതൊക്കെ കഴിച്ച് നേരെ ഹോസ്റ്റലിൽ പോയിട്ട്. അപ്പോൾ ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കാൻ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുന്നൊക്കെ. ബാക്കി ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതിന് പൊട്ടന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.